ഓ എനിക്ക് യേശുദാസിനെ പോലെ പാടാൻ പറ്റുന്നില്ലല്ലോ, ചിത്രേനെ പോലെ പാടാൻ പറ്റുന്നില്ലല്ലോ, അത് പറ്റത്തില്ലായിരിക്കും. അത് പറ്റുമോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, യേശുദാസിന് എന്നെ പോലെ പാടാൻ പറ്റുമോ? പറ്റുമോ? പറ്റിയല്ലെന്ന്. എങ്ങനെ പാടാൻ പറ്റും? ചിത്രയ്ക്ക് ചേച്ചീനെ പോലെ പാടാൻ പറ്റുമോ? പറ്റൂല. എന്നാ ഒച്ചയാ? നിനക്കൊരു സ്വരം ദൈവം തന്നിട്ടുണ്ട്, നിനക്കൊരു സ്വരം ദൈവം തന്നിട്ടുണ്ട്. ആ സ്വരത്തിൽ നിനക്ക് പാടാം. നിനക്കും പാട്ടുമൊക്കെ പാടാനുള്ള കൃപയുണ്ടെന്ന്. ട്യൂണും താളമൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ പാട്ടൊക്കെ പാടാൻ പറ്റും. നീ വിചാരിക്കണം, ശുശ്രൂഷയുടെ മഹത്വം അതാണ്. അതായത് ദൈവസ്തുതിഗീതം പാടുമ്പോൾ അവിടെ ദൈവ മഹത്വം ഇറങ്ങി വരും, മാനസാന്തരങ്ങൾ ഉണ്ടാവുന്നു, അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാവുന്നു. ശുശ്രൂഷ മേഖലകളിൽ കൂടെയുള്ള ഒരു ശുശ്രൂഷകനാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള വർഗീസ് എന്ന് പറയുന്ന ഒരു ബ്രദർ. വർഗീസ് കൊല്ലം. ഇദ്ദേഹമാണ് എഫ്രായിം നീ എൻ്റെ വത്സലഭു ഇതൊക്കെ എഴുതിയിട്ടുള്ള ഒരു ശുശ്രൂഷകനാണ്. ബൈബിൾ കൺവെൻഷനൊക്കെ പോകുമ്പോൾ ഇദ്ദേഹം ഒരു ശുശ്രൂഷകനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് വളരെ നിരാശനായിട്ട് ഇദ്ദേഹം ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ അപ്പുറത്തൊരു ബൈബിൾ കൺവെൻഷനിൽ അവിടുത്തെ ഗായക സംഘം പാട്ട് പാടുന്നു. ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. റോട്ടിൽ കൂടെ പോവുക മരിക്കാൻ വേണ്ടിയിട്ട് അസ്വസ്ഥനായിട്ട് പോകുന്ന മനുഷ്യൻ ഈ പാട്ട് കേട്ട് എന്നാ പിന്നെ ഇതെന്നാന്നൊന്ന് കണ്ടേക്കാന്നോർത്ത് പോയിരുന്നതാ. ജീവിതത്തിന്റെ ഗതി മാറി. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളൊക്കെ പാട്ട് പാടുമ്പോൾ ഓർത്തോണം, എന്തുവാ ഇത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയമാണ്. പാട്ടൊക്കെ പാടാൻ സമയം കിട്ടുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പാടി പ്രാർത്ഥിച്ചോണം കേട്ടോ. വണ്ടിയിലും യാത്രാ സമയത്തൊക്കെ എപ്പോഴും ഒരു ഉള്ളിൽ പാട്ടൊക്കെ പാടി, ആത്മാവിൻ തീയെ സ്വർഗീയ തീ, അങ്ങനെ എപ്പോഴും ഒരു ജ്വലന ഉള്ളിലുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ദൈവവിളിയാണ്. ഇത് കിട്ടുന്ന വ്യക്തികൾ അത് ഉപയോഗിച്ചോണം.